ഒരു സാധാരണ ചീട്ടുകളി, ഒരു പരിചയം, ഒരു വിശ്വാസം. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നത് കൃത്യമായി ഒരു കൊലപാതകത്തിൻ്റെ പ്ലാൻ ആയിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 41-ാം ഭാഗം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കണേ. സുധാകരൻ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറഞ്ഞു. എന്നാലും അല്പസമയത്തിന് ശേഷം ആ ഭാവത്തിന് മാറ്റം വന്നു. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല. സുനിലിനോട് വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വിളിച്ച് ചോദിച്ചിട്ട് നാളെ ഞാൻ വിവരം പറയാം. അതവിടെ നിൽക്കട്ടെ. സുധാകരൻ ബാക്കി കാര്യം പറ. ഇവിടെ വന്നതുവരെ മാത്രമേ ആയിട്ടുള്ളൂ. എന്താണ് ഹമീദ് സാറിൻ്റെ അടുത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാരണം? രമേശൻ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം വൈകുന്നേരം ഞാൻ സാധാരണ പോലെ ഹമീദ് സാറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. വീട്ടിൽ പറയാതെ ഞാൻ എവിടെയും പോകാറില്ല. അന്ന് സുനിലിനെ വിളിച്ചിട്ട് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഹമീദ് സാറിൻ്റെ വീട്ടിൽ പോവുകയാണെന്നും രാത്രി 9 മണി കഴിഞ്ഞ് തിരിച്ചു വരും എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ സുനിലാണ് ചോദിച്ചത്, അച്ഛൻ ഇപ്പോഴും ചീട്ട് കളിക്കാൻ പോകാറുണ്ട് അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസറെ പോലെ തന്നെ ഇപ്പോഴുള്ള ആളിനും ചീട്ടുകളി താല്പര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഓഫീസറുടെ പേര് ഹമീദ് എന്നാണ്. വൈകിട്ട് ഒരു അല്പസമയത്തെ വിനോദമല്ലേടാ. എനിക്കിഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഞാനതിന് തടസ്സമൊന്നും പറഞ്ഞതല്ലല്ലോ. ഇപ്പോഴും അതുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ചീട്ടുകളിയുടെ കാര്യത്തിൽ രമേശനും ആളൊരു വേന്ദ്രനാണ്. അവൻ പോരുന്നുണ്ടെങ്കിൽ അച്ഛൻ അവനെയും കൂടി കൂട്ടിക്കോ. പുതിയ ആളുകളെ പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. പുതിയ ആളുകളെ പരിചയപ്പെടുന്ന കാര്യത്തിലും അവന് താല്പര്യം കൂടുതലാണ്. അത്രയും കേൾക്കേണ്ട താമസം. രമേശൻ എൻ്റെ ഒപ്പം പോരാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. കുറേ ദൂരമുണ്ടോ എന്നോ മറ്റോ സുനിലിനോട് ചോദിക്കുന്നത് കേട്ടു. അവനതിന് മറുപടി പറയുന്നതും ഞാൻ കേട്ടു. ദൂരമുണ്ടെങ്കിൽ തന്നെ നിനക്കെന്താ കുഴപ്പം? അച്ഛൻ്റെ ഒപ്പമല്ലേ പോകുന്നത്? അച്ഛൻ നിന്നെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്നുകൊള്ളും. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ പോകണ്ട. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അതിന് നീ തോക്കിൽ കയറി വെടിവെക്കാനൊന്നും നിൽക്കണ്ട. ഞാനെങ്ങും തോക്കിൽ കയറുന്നുമില്ല, വെടിവെക്കുന്നുമില്ല. നിനക്ക് കളിക്കണമെന്നല്ലേ ഉള്ളൂ. പോയിക്കോ. എന്നിട്ട് അച്ഛൻ്റെ ഒപ്പം ഇങ്ങ് പോന്നാൽ മതി. രമേശനെ കൂടി അച്ഛൻ്റെ ഒപ്പം വിട്ടത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അമ്മയ്ക്ക് അവൻ വന്നപ്പോൾ തന്നെ അവൻ്റെ വർത്തമാനവും പെരുമാറ്റവും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും അവന് ബന്ധുക്കളാരുമില്ലാത്തവനാണെന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ അമ്മയ്ക്ക് അവനോട് പ്രത്യേക വാത്സല്യമായിരുന്നു. അതുകൊണ്ട് അവനെ കണ്ണു നിറയെ കണ്ടില്ല എന്നായിരുന്നു പരാതി. ആ പരാതി പിന്നെ മകൻ പറഞ്ഞ് ഒതുക്കി കാണും. രമേശൻ പോരാൻ തയ്യാറായി എൻ്റെ ഒപ്പം ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഹമീദ് സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ദിനേശൻ അന്ന് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് രമേശന് കളിക്കാൻ കയറിയിരിക്കാൻ അനുകൂലമായ സാഹചര്യം അങ്ങനെ ഒത്തുകിട്ടി. പുതിയ ആളായതുകൊണ്ട് കളിയിൽ എന്തുമാത്രം വിദഗ്ധനാണ് എന്നറിയാത്തതുകൊണ്ടായിരിക്കാം രമേശൻ ഇരുന്നത് എൻ്റെ ഒപ്പം തന്നെയാണ്. അതായത് ഞാനും രമേശനും ഒരു ടീം, ഹമീദ് സാറും മാത്യുവും മറ്റൊരു ടീം. ചീട്ടുകളിയുടെ കാര്യത്തിൽ രമേശൻ അതിവിദഗ്ധനാണ് എന്ന് ആ ഒരു ദിവസം കൊണ്ട് തന്നെ തെളിഞ്ഞു.
തുരുപ്പിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ നടത്താനാണ് ആദ്യം അത് ബോധ്യപ്പെട്ടത്. എൻ്റെ കയ്യിൽ എന്തെല്ലാം ചീട്ടുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും അതനുസരിച്ച് കളിക്കാനും അവന് അസാധാരണമായ കഴിവാണ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും തോൽവി രുചിക്കാറുള്ള ഞാൻ അന്ന് അവരുടെ മേൽ വിജയം വരിച്ചു. അതും എല്ലാ തവണയും വിജയിച്ചു. അവർ ചെവിയിൽ കുണുക്കുവെച്ച് വശം കെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് കളി നിർത്തി പോരാൻ തുടങ്ങുമ്പോൾ ഹമീദ് സാറ് പറഞ്ഞു, രമേശൻ ഏതായാലും കുറേ ദിവസം ഇവിടെ ഉണ്ടല്ലോ, എല്ലാ ദിവസവും കളിക്കാൻ വരണം. എന്നും സുധാകരേട്ടൻ്റെ ഒപ്പം ഇരിക്കാം എന്ന് വിചാരിക്കണ്ട. അടുത്ത ദിവസം രമേശൻ്റെ ഒപ്പം ഞാനായിരിക്കും ടീം. ഇവിടെയുള്ള അത്രയും ദിവസം കളിക്കാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് അന്ന് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോന്നത്. രമേശന് എല്ലാവരോടും പെട്ടെന്ന് തന്നെ അടുപ്പമായി. അതിലൊന്നും ആർക്കും ഒരു സംശയവും തോന്നിയുമില്ല. പിന്നീടുള്ള ദിവസങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും കളിക്കാൻ പോവുകയും ഓരോ ആൾക്കാർ മാറി മാറി രമേശനോടൊപ്പം കളിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ കളിക്കുന്നവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്, പ്രത്യേകിച്ചും തോൽക്കുന്ന സാഹചര്യങ്ങളിൽ. രമേശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേയില്ല. എല്ലാവർക്കും അവനോടൊപ്പം ഇരുന്ന് കളിക്കാൻ പ്രത്യേക താല്പര്യമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ ആരെങ്കിലും ഒരാൾ ചാടി പറയും, ഇന്ന് രമേശനാണ് എൻ്റെ കോച്ച് എന്ന്. ഒരാൾ അങ്ങനെ പറഞ്ഞിട്ട് ടീമിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും അതിനെതിരെ പറയാറുമില്ല. അങ്ങനെ ആയിരുന്നു ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞുപോയത്. അതിനിടയിലാണല്ലോ അപ്രതീക്ഷിതമായി ഹമീദ് സാറിൻ്റെ കൊലപാതകം നടന്നത്. ഹമീദ് സാറിൻ്റെ കൊലപാതകം നടന്നതിൻ്റെ അന്നുകൂടി രമേശൻ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ. എന്നിട്ട് പിന്നെ സാറ് കൊല്ലപ്പെട്ടപ്പോൾ സാറിൻ്റെ വീട്ടിൽ രമേശനെ കണ്ടില്ലല്ലോ. അതോ ഞങ്ങൾക്ക് അയാളെ മനസ്സിലാവാത്തതാണോ? അന്നിവിടെ രമേശൻ ഇല്ലായിരുന്നല്ലോ. ഹമീദ് സാറിൻ്റെ കൊലപാതകം നടന്ന അന്ന് വൈകുന്നേരം തന്നെ സുനിലും രമേശനും കൂടി കമ്പനിയിലേക്ക് പോയി. അന്ന് നേരത്തെ ഞങ്ങൾ കളി നിർത്തി പോന്നു. ഞങ്ങൾ പോരുമ്പോൾ അവർ 3 പേർ സെറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചീട്ട് കളിച്ചു വന്ന് ഭക്ഷണവും കഴിച്ച് ഉടനെ തന്നെ അവർ രണ്ടുപേരും പോവുകയാണ് ഉണ്ടായത്. ആ കാര്യം പറയുമ്പോഴും സുധാകരന് യാതൊരു ഭാവമാറ്റവുമില്ല. ആ പറഞ്ഞതും സത്യം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അത് സത്യമാണെങ്കിൽ കാര്യങ്ങൾ പിന്നെയും കുഴഞ്ഞു മറിയുകയാണ്. അവർ രണ്ടുപേരും ഇവിടെ നിന്നും പോയെങ്കിൽ പിന്നെ എങ്ങനെ രമേശന് രാത്രി ഇവിടെ വരാനും ഹമീദ് സാറിനെ വകവരുത്താനും കഴിയും? അങ്ങനെ വരാൻ കഴിഞ്ഞെങ്കിൽ തന്നെ ചിലപ്പോൾ സുനിലും ആ വിവരം അറിഞ്ഞു കാണില്ലേ? മകൻ കമ്പനിയിലേക്ക് പോയെങ്കിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ വിളിക്കേണ്ടതല്ലേ? അങ്ങനെ സുനിൽ അവിടെ എത്തിയ വിവരം പറയാൻ വിളിച്ചിരുന്നോ? ഒട്ടും ആലോചിക്കാതെയാണ് സുധാകരൻ മറുപടി പറഞ്ഞത്. 9:30 ആയപ്പോൾ അവർ ഇവിടെ നിന്നും പോയി കാണും. സുനിൽ വിളിച്ചപ്പോൾ 10:45 കഴിഞ്ഞു കാണും. അതെന്താ കൃത്യമായി സമയം ഓർക്കാൻ കാരണം? അവർ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ ഭാര്യ പറയുന്നുണ്ടായിരുന്നു രാത്രിയിൽ അവരെ വിടേണ്ടിയിരുന്നില്ല എന്ന്. രാവിലെ പോയാലും ജോലിക്ക് പോകാമല്ലോ എന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ എത്തിയാൽ അപ്പോൾ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ വാച്ച് നോക്കിയിരിക്കുകയായിരുന്നു. അല്ലെങ്കിലും 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ കിടക്കും. അതിന് മുൻപാണല്ലോ വിളിച്ചത്. ആ കണക്ക് കൂടി വെച്ചാണ് ഞാൻ പറഞ്ഞത്. രാവിലെ പോയാലും ജോലിക്ക് പോകാമായിരുന്നല്ലോ. പിന്നെ എന്താണ് തിരക്കിട്ട് രാത്രിയിൽ തന്നെ പോയത്? അതിനെപ്പറ്റി എന്തെങ്കിലും അവർ പറഞ്ഞോ? രാവിലെ പോകണമെങ്കിൽ അല്പം നേരത്തെ എഴുന്നേൽക്കണം.
അത് അവർക്ക് രണ്ടിനും മടിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ രണ്ടുപേരും ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് 9:30-ക്കും 10 മണിക്കും ഒക്കെയാണ്. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞായിരിക്കും മിക്കവാറും അവർ എഴുന്നേൽക്കുക. അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ പോകുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. 10:45 സുനിൽ വിളിച്ചെങ്കിൽ അധികം താമസിയാതെ തന്നെ രമേശൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാകണം. എന്നാൽ മാത്രമേ കൊലപാതകം നടന്ന സമയമായ രാത്രി 1 മണിക്ക് മുൻപേ ആ വീട്ടിൽ കയറാനും കൊലപാതകം നടത്താനും കഴിയുകയുള്ളൂ. സുനിലിനെയും കണ്ട് ചോദ്യം ചെയ്യേണ്ടി വരുമോ? 10:45 സുനിൽ വിളിച്ചപ്പോൾ രമേശനും നിങ്ങളോട് സംസാരിച്ചിരുന്നോ? അതോ സുനിൽ മാത്രമേ സംസാരിച്ചുള്ളൂ? അപ്പോൾ സുനിൽ മാത്രമേ സംസാരിച്ചുള്ളൂ. രമേശൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നതേയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ രമേശൻ വഴിക്കെവിടെയെങ്കിലും ഇറങ്ങുകയോ സുനിലിൻ്റെ അറിവോടുകൂടി തിരിച്ചു പോരുകയോ ചെയ്തിട്ടുണ്ടാകും. അതല്ല, സുനിൽ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരിച്ചു പോന്നതാണ്. എന്താണെങ്കിലും ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് കൊലപാതകം നടത്തിയത് രമേശൻ തന്നെ ആവാനാണ് സാധ്യത മുഴുവൻ. അതുകൊണ്ട് ഇപ്പോൾ മറ്റൊരാളുടെ പിന്നാലെ പോകേണ്ട. എന്നാലും ചുരുളുകൾ പൂർണ്ണമായി അങ്ങോട്ട് അഴിഞ്ഞിട്ടില്ല. സുനിലിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരും. സുനിൽ ഇനി എന്നാണ് ഇങ്ങോട്ട് വരിക? അടുത്ത ദിവസങ്ങളിലെങ്ങാനും വരുമോ? 1-2 ദിവസങ്ങൾ അവധി കിട്ടുമ്പോൾ വരാൻ അവന് താല്പര്യമില്ല. കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ ലീവ് കിട്ടാൻ ഉടനെ സാധ്യതയുമില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലെങ്ങും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. പിന്നെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആയി. സുനിലും രമേശനും വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് എന്താണ്? അതെവിടെയാണ്? അത് രണ്ടും സുധാകരൻ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ കൂടുതലൊന്നും ചോദിക്കാനില്ല എന്നാണ് അവർക്ക് തോന്നിയത്. അതുകൊണ്ട് അവർ രണ്ടുപേരും പോകാനായി എഴുന്നേറ്റു. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് സുധാകരനോട് ചോദിച്ചു. കൃത്യനിർവഹണത്തിനിടയിൽ പലരെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ സുധാകരൻ. രമേശനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരാഴ്ചത്തെ പരിചയമല്ലേ ഉള്ളൂ. എങ്കിലും എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല വിനയവും ബഹുമാനവുമുള്ളവനാണ്. എല്ലാവരോടും അത് നിലനിർത്തി മാത്രമേ സംസാരിക്കുകയുള്ളൂ. കളിക്കുന്നതിനിടയിലാണെങ്കിൽ പോലും പലരും പരിധി വിട്ട് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യും. പക്ഷെ അവൻ കളിക്കിടയിലും എല്ലാവരോടും തികഞ്ഞ ബഹുമാനത്തോടെ സംസാരിക്കും. നല്ലൊരു പയ്യനാണ് അവൻ. സുധാകരൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ അയാൾക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ അവളെ രമേശന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. പിന്നെയും മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഒരു ചോദ്യം കൂടി സുധാകരനോട് ചോദിച്ചു. രമേശന് ഒരു കാലിനൽപ്പം നീളം കുറവുണ്ടായിരുന്നില്ലേ? അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തോ? ആ ചോദ്യം സുധാകരൻ തീരെ പ്രതീക്ഷിച്ചതല്ല എന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. അതിനെന്തായിരിക്കും അയാൾ മറുപടി പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ അവർ രണ്ടുപേരും കാത്തുനിന്നു. രമേശൻ നല്ലവനായി അഭിനയിച്ച കൊലയാളിയാണോ? അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇനിയും ഒരാൾ കൂടി ഉണ്ടോ? അടുത്ത ഭാഗം നിങ്ങളുടെ ധാരണകളെ കുറേയൊക്കെ മാറ്റും. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.